അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് കുറച്ച് വെറൈറ്റി നമ്പറുകൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. എങ്ങനത്തെ വെറൈറ്റി നമ്പറാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നാൾ പറഞ്ഞല്ലോ, ലാസ്റ്റ് 5 വരുന്ന 4 നമ്പറുകൾ. അപ്പൊ ആ നമ്പർ നിങ്ങൾക്കറിയാം, എല്ലാ നമ്പറും അല്ല, ചില നമ്പറുകൾ ലാസ്റ്റ് 5 വരുന്ന ചില നമ്പറിനെ 3 കൊണ്ടും 5 കൊണ്ടും 7 കൊണ്ടും 9 കൊണ്ടും മാത്രം ഹരിക്കാൻ പറ്റുന്ന നമ്പറുകളായിരിക്കും. അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2, 4, 6, 8, അതായത് 2, 4, 6, 8 പിന്നെ 5 ഇങ്ങനെയുള്ള നമ്പറുകൾ കൊണ്ട് മാത്രം ഹരിക്കാൻ പറ്റുന്ന ലാസ്റ്റ് ഒരു 4 നമ്പർ. കുറച്ച് വെറൈറ്റി നമ്പറുകളാണ് അതൊക്കെ. അത് കൂടാതെ ഇപ്പോൾ ഒരു നമ്പറിനെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു നമ്പറിനെ 72, 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, 1 കൊണ്ട് 3 കൊണ്ട് ഒറ്റ സംഖ്യ കൊണ്ടൊക്കെ ഹരിക്കാൻ പറ്റും. 1, 3, 5, 7, 9 കൊണ്ടൊക്കെ ഹരിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ വേറൊരു നമ്പർ എടുക്കുകയാണെങ്കിൽ അതിനെ ഇരട്ട നമ്പർ കൊണ്ട് ഹരിക്കാൻ പറ്റും. 2, 4, 6, 8 പിന്നെ 5ന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, 5 അടക്കം. അപ്പൊ നമ്മൾ ഓരോ 4 നമ്പറിനെയും 5 നമ്പർ കൊണ്ട് വെച്ച് ഹരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചില നമ്പറുകൾ ഇപ്പൊ 12, 38 വിചാരിച്ചു. ഈ 12, 38 നമുക്ക് വെറും 2 കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. അതായത് ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ചില നമ്പറുകൾ ഞാൻ പറഞ്ഞുതരാം. അതെന്താണ് അതിന്റെ പ്രത്യേകത എന്ന് ആദ്യം പറഞ്ഞുതരാം. അതായത് ഇപ്പൊ 30, 95 എടുക്കാന്ന് വിചാരിച്ചു. 30, 95 എന്ന് പറഞ്ഞ നമ്പറിനെ വെറുതെ 5 കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ, വേറെ ഒരു നമ്പറും ഹരിക്കാൻ പറ്റില്ല. അതുപോലെ 18, 57 എടുക്കുകയാണെങ്കിൽ അതിനെ 3 കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോ നമ്പറുകൾ കൊണ്ട് മാത്രം ഹരിക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ ചില നമ്പറിനെ 11 കൊണ്ട് മാത്രം ഹരിക്കാം, ചില നമ്പറുകളെ 13 കൊണ്ട് മാത്രം ഹരിക്കാൻ പറ്റുള്ളൂ. ചില നമ്പറിനെ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ 80, 47 എടുക്കാന്ന് വിചാരിച്ചു, അതിനെ 13 കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള 2, 3, 5, 7 അല്ലെങ്കിൽ 1, 2, 3 അങ്ങനെ അവിടെ നിന്നുള്ള തുറക്കുള്ള നമ്പർ കൊണ്ടൊന്നും ഹരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു നമ്പർ കൊണ്ട് മാത്രം ഹരിക്കാൻ പറ്റുന്ന ചില 4 നമ്പറുകളുണ്ട്. അതെന്താണ്, എങ്ങനെയാന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പ്രൈം നമ്പർ നിങ്ങൾക്കറിയാലോ, 2 മുതൽ തുടങ്ങും. 2 മുതൽ 97 വരെ, 1 മുതൽ 100 വരെയുള്ള നമ്പറുകളിൽ ഏകദേശം ഒരു 25 പ്രൈം നമ്പർ ഉണ്ട്. അത് 2 മുതൽ 97 വരെ ഉണ്ട്. അതിനുശേഷം 101 മുതൽ, അതായത് ഒരു 100 മുതൽ 999 വരെ നോക്കുകയാണെങ്കിൽ ഒരു 143 പ്രൈം നമ്പർ ഉണ്ട്. അതിൽ അറിയാലോ, അവസാനത്തെ നമ്പർ 3 അക്കത്തിൽ 997 തന്നെയാണ്. പിന്നെ 4 അക്കത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഏകദേശം 1061 പ്രൈം നമ്പറുകളുണ്ട്. അപ്പൊ ഈ പ്രൈം നമ്പറുകളൊക്കെ പ്രത്യേകതയുള്ള നമ്പറുകളാണ്, ഒരു പ്രധാനപ്പെട്ട നമ്പറാണ്. അപ്പൊ ഈ പ്രൈം നമ്പർ കൊണ്ട് തന്നെ ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഉത്തരം ഉണ്ടാവുമല്ലോ, ആ ഉത്തരത്തിനെ ഏത് പ്രൈം നമ്പർ കൊണ്ടാണോ നമ്മൾ ഗുണിച്ചത് ആ നമ്പർ കൊണ്ട് മാത്രമേ നമുക്ക് ഹരിക്കാൻ പറ്റുള്ളൂ. അതുപോലത്തെ ഒരു നമ്പർ കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് 619 ഒരു പ്രൈം നമ്പറാണ്. 619 ഒരു പ്രൈം നമ്പറാണ്. ആ പ്രൈം നമ്പറിനെ നമ്മൾ വേറൊരു പ്രൈം നമ്പർ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം ഏതാണോ നോക്കാം നമുക്ക്. ഇപ്പൊ 619 ഇൻറ്റു 2, 619 ഇൻറ്റു 2 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1238 ഈ 1238 നമുക്ക് 2 കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഒരു നമ്പർ കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അത് അപ്പോ 619 ഒരു പ്രൈം നമ്പറാണ്, 2 ഒരു പ്രൈം നമ്പറാണ്. അതായത് ഏറ്റവും ചെറിയ നമ്പർ, പ്രൈം നമ്പറുള്ള ഏറ്റവും ചെറുത് 2 ആണല്ലോ, 2. ഇനി 619 നിങ്ങൾ 3 കൊണ്ട് ഹരിച്ചു നോക്കിയ, കാരണം 3 ഒരു പ്രൈം നമ്പറാണ്. അപ്പൊ നമുക്ക് 1857 കിട്ടും. അപ്പൊ ഈ 1857 നമുക്ക് എന്ത് ചെയ്യാം, 3 കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ, അവിടെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. കാരണം 619 ഒരു പ്രൈം നമ്പറാണ്, 619 3 ഒരു പ്രൈം നമ്പറാണ്. അപ്പൊ 619 3 കൊണ്ട് ഹരിച്ചാലും നമുക്ക് ഗുണിച്ചാലും നമുക്ക് കിട്ടുന്ന നമ്പർ 1857 ആയിരിക്കും. അതിനെ നമുക്ക് 3 കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ 1857 എന്ന് പറഞ്ഞ നമ്പർ ഒരു നമ്പർ കൊണ്ട് മാത്രം ഹരിക്കാൻ പറ്റുന്ന ഒരു നമ്പറാണ്, 3 കൊണ്ട് മാത്രം. ഇങ്ങനെ ഒരേ ഒരു നമ്പർ കൊണ്ട് മാത്രം ഹരിക്കാൻ പറ്റുന്ന 4 നമ്പറുകളും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇപ്പം സംഗതി പിടിയിട്ടില്ല. അപ്പൊ അതായത് 619 ഒരു പ്രൈം നമ്പറാണ്. അതുകൊണ്ട് നമുക്ക് 619 2 കൊണ്ട് ഗുണിക്കുക, 3 കൊണ്ട് ഗുണിക്കുക. പ്രൈം നമ്പർ നോക്കാം, 2, 3, 5, 7, 11, 13. 619 13 വരെ ഗുണിക്കാൻ പറ്റുള്ളൂ. കാരണം 619 ഇൻറ്റു 13 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 8047 കിട്ടും. ഈ 8047 നമുക്ക് 13 കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ, ഒരേ ഒരു നമ്പർ കൊണ്ട് മാത്രം. പിന്നെ വീണ്ടും 619 ഇൻറ്റു 13 ഞാൻ നെക്സ്റ്റ് പ്രൈം നമ്പർ 17 ഇട്ട് കഴിഞ്ഞാൽ 5 അക്കത്തിലേക്ക് കിടക്കും. അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല, 5 അക്കത്തിലേക്ക് കിടക്കുന്നതിന്റെ ആവശ്യമില്ല. 4 അക്കം വരെയാണ് നമ്മൾ അവസാനം. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. ഇനി നമ്മളിപ്പോ ഒരു 479 ഒരു പ്രൈം നമ്പറാണ്. ഈ 479 നമ്മൾ 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 958 കിട്ടും. അപ്പൊ ഈ 0958 ഉണ്ടാവും നമുക്ക് എടുക്കാം. എന്താ കാരണം എന്ന് വെച്ചാൽ 958 എന്ന് പറഞ്ഞൊരു നമ്പർ ഒരു വെറൈറ്റി നമ്പറാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ 2 കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. കാരണം 479 ഒരു പ്രൈം നമ്പറാണ്. ഈ പ്രൈം നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചാൽ 958 കിട്ടും. ഈ 958 നമുക്ക് 2 കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള വെറൈറ്റി നമ്പറുകൾ പറഞ്ഞുതരാം. അതുപോലെ 479 ഹരിക്കണം
അല്ല ഗുണിക്കണം 3 അടിച്ചാൽ 1437 വരും. അപ്പോൾ 1437 നല്ലൊരു നമ്പറാണ്. ഈ 1437 നമുക്ക് 3 കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരേ ഒരു നമ്പർ കൊണ്ട് മാത്രം ഹരിക്കാൻ പറ്റുന്ന നമ്പറുകളാണ് പ്രൈം നമ്പറിനെ പ്രൈം നമ്പർ കൊണ്ട് തന്നെ ഗുണിച്ചാൽ കിട്ടുന്ന നമ്പറുകൾ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ ഞാൻ കാൽക്കുലേറ്റർ എടുത്തിട്ട് നമ്പറുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടു. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ പ്രൈം നമ്പറുകൾ അറിയാത്ത ആൾക്കാർ നോട്ട് ചെയ്ത് വെച്ചോ. അറിയാത്തവരുണ്ടാവില്ല, നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് 25 പ്രൈം നമ്പർ. 2, 3, 5, 7 തുടങ്ങി 97 വരെ. ഓക്കെ, 25 പ്രൈം നമ്പർ. പിന്നെ അതുകൂടാതെ ഇതാണ് 143, 3 പ്രൈം നമ്പറുകൾ. 101 മുതൽ ഇങ്ങനെ വന്ന് ഇത് മൊത്തം. ഇതിൽ ഓരോരോ കോളങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. അത് പല വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി പല രീതിയിൽ കോളം വരച്ചിട്ടുള്ളതാണ്. അതൊക്കെ ആ സമയത്ത് വരച്ചാണ്. അപ്പൊ ഇതിൽ ഏകദേശം 997 വരെയുള്ള 3 പ്രൈം നമ്പറുകളുണ്ട്. ഇനി നമുക്ക് കാര്യത്തിൽ കിടക്കാം. ഇപ്പോ ഇതൊക്കെയാണ് പ്രൈം നമ്പറുകൾ. ഇവിടുന്ന് തുടങ്ങി 997 വരെ നമ്മൾ എത്തുമെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇത്രയും നമ്പറുകളുണ്ട്. അപ്പൊ ഇത്രയും പ്രൈം നമ്പറുകൾ എങ്ങനെയാണ് ആദ്യത്തെ പ്രൈം നമ്പറിന്റെ പരിപാടി കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ഇതിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു നമ്പർ എടുത്താലും പ്രൈം നമ്പർ തന്നെയാണ്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു നമ്പർ നമുക്ക് എടുത്തിട്ട് ആദ്യത്തെ ഒരു കാര്യം കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ 239 കണ്ടല്ലോ, 239 ഇൻറ്റു നമുക്ക് ചെറിയ പ്രൈം നമ്പറിൽ തുടങ്ങാം. കണ്ടില്ലേ, 2 ഒരു പ്രൈം നമ്പറാണ്. 2, 3, 5, 7 ഇത് നോക്കി നോക്കാം. അപ്പൊ നമ്മൾ 239 ഇൻറ്റു 2 അടിച്ചു കഴിഞ്ഞാൽ 478. ഓക്കെ, നമുക്ക് ആ നമ്പർ വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കാം. ഇവിടെ 478 എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത പ്രൈം നമ്പർ നോക്കാം നമുക്ക്. 2 കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൈം നമ്പർ 3 ആണല്ലോ. 239 ഇൻറ്റു 3 അടിച്ചു. അപ്പൊ നമുക്ക് 717 കിട്ടി. ഇനി അടുത്തത് 5 ഉണ്ട്. അവിടെ 1195. ഇവിടെ 4 അക്കത്തിലേക്ക് വന്നു തുടങ്ങി. 1195. അടുത്തത് 7, 1673. അടുത്തത് 7 കഴിഞ്ഞാൽ 11 പ്രൈം നമ്പർ 11. അപ്പൊ ഇവിടെ 26, 29 വന്നു. 26, 29 ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ, അതായത് ഈ കാണുന്ന നമ്പറുകളൊക്കെ നമുക്ക് ഓരോരോ പ്രൈം നമ്പർ കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. ഏതൊക്കെയാ നോട്ട് ചെയ്ത് വെച്ചോ. ഇതിനെ നമുക്ക് 2 കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. ഇത് 3 കൊണ്ട്, ഇത് 5 കൊണ്ട്, ഇത് 7 കൊണ്ട്, ഇത് 11 കൊണ്ട്. കണ്ടല്ലോ, ഇങ്ങനെ നോക്കിയാൽ മതി. അടുത്തത് കാണിച്ചു തരാം. 11 കഴിഞ്ഞാൽ നെക്സ്റ്റ് 13 ആണ്. അപ്പൊ അവിടെ നമുക്ക് 3107 കിട്ടി. ഇനി അടുത്ത പ്രൈം നമ്പർ 13 കഴിഞ്ഞാൽ 17 ആണ്. അപ്പൊ അവിടെ 4063 കിട്ടി. അടുത്ത പ്രൈം നമ്പർ 19 ആണ്. അപ്പൊ അവിടെ 4541 കിട്ടി. 4541. അടുത്ത പ്രൈം നമ്പർ 23 ആണ്. ഓക്കെ, 23 ആണ്. അപ്പൊ നമുക്ക് അവിടെ 5497 കിട്ടി. 5497. അടുത്ത പ്രൈം നമ്പർ 23 29 ആണ്. അപ്പൊ അവിടെ നമുക്ക് 6931 കിട്ടി. 6931. അടുത്ത പ്രൈം നമ്പർ 31 ആണ്. 31. അപ്പൊ അവിടെ 7409 കിട്ടി. 7409 ഉണ്ടല്ലോ. അടുത്ത പ്രൈം നമ്പർ 37 ആണ്. എനിക്കിത് കാണാപ്പാടാണ്. ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ നമുക്കിതിൽ വേണമെങ്കിൽ നോക്കാന്ന് മാത്രം. നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഇത് കണ്ട അടുത്ത പ്രൈം നമ്മളിപ്പോ ഇവിടം വരെ എത്തി. എനിക്കിത് മൊത്തം 25 പ്രൈം നമ്പറും കാണാപ്പാടാണ്. അപ്പൊ അടുത്ത 35, അടുത്ത 37 ആണ്. കണ്ടല്ലോ, അതാണ് ഞാൻ അങ്ങനെ പറയണത്. അപ്പൊ 37. അപ്പൊ ഇവിടെ കിട്ടിയ നമ്പർ 8843 ആണ്. 8843. അടുത്ത പ്രൈം നമ്പർ 41 ആണ്. 41. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നു? 97 99 ഇവിടെ എഴുതി കഴിഞ്ഞു. ഇവിടെ എഴുതാം നമുക്ക് 97 99 കഴിഞ്ഞു. അപ്പൊ 41 വരെ നമുക്ക് 239 ഗുണിക്കാൻ പറ്റുള്ളൂ. ഇനി അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് 5 നമ്പറിലേക്ക് പോകുന്നതാണ് തോന്നുന്നത്. അടുത്ത പ്രൈം നമ്പർ 43 ആണ്. കണ്ടല്ലോ, 2, 4, 5 നമ്പറിലേക്ക് പോയി. അപ്പൊ നമുക്ക് ഇവിടെ 41 വരെ ഓക്കെയാണ്. ഇതാണ് ഇതിലെ അവസാന നമ്പർ, 97 99 വരെ. അപ്പൊ നമുക്ക് 239 എന്ന് പറഞ്ഞ നമ്പർ നമ്മളിവിടെ എഴുതി വയ്ക്കാം.
239 എന്ന് പറഞ്ഞ നമ്പർ ഒരു പ്രൈം നമ്പറാണ്. ഈ പ്രൈം നമ്പറിനെ നമ്മൾ എന്ത് ചെയ്തു? 1 2 3 4 5 6 7 8 9 10 11 12 13 നമ്പറുകൾ കൊണ്ട് 13 പ്രൈം നമ്പറുകൾ കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 13 തരം നമ്പറുകൾ കിട്ടി. ആ 13 തരം നമ്പറാണ് ഈ കാണുന്നത്. ഈ കാണുന്ന നമ്പറുകളൊക്കെ നമുക്ക് ഓരോ നമ്പറിനും ഈ കാണുന്ന ഇതിന് നേരെയുള്ള ഓരോ നമ്പർ കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. അതായത് ഇത് 11 ആണെങ്കിൽ ഇവിടെ എന്തായാലും 13 17 19 23 29 31 37 ഇത് 41 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ ഈ കാണുന്ന നമ്പറുകളൊക്കെ ഒരുതരം വെറൈറ്റി നമ്പറാണ്. എന്താ കാരണം വെച്ചാൽ 7409 എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, 7409 എടുക്കുകയാണെങ്കിൽ ഈ നമ്പറിന് ഏതുകൊണ്ടാണ് ഹരിക്കാൻ പറ്റാന്ന് നമ്മളിങ്ങനെ എന്താ പറയുക എഴുതി വെക്കാനാണ് നമുക്ക് മനസ്സിലാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എഴുതി വെച്ചതുകൊണ്ട് നമുക്കറിയാം ഇതിനെ 31 കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. കാരണം 7409 ഹരിക്കണം കണ്ടല്ലോ, 31 കൊണ്ട് ഹരിക്കാൻ പറ്റും. 31 കൊണ്ട് നമുക്കിതിനെ ഹരിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള അതായത് ബാക്കിയുള്ള ഒരു നമ്പർ കൊണ്ട് ഇതിനെ ഹരിക്കാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ നോക്കി നോക്കിയോ, 7409 ഹരിക്കണം ഒന്നുകൊണ്ട് പിന്നെ എല്ലാ നമ്പറും ഹരിക്കാം. അതുപോട്ടെ, അതൊഴികെ 2 ഹരിക്കാൻ പറ്റുന്നില്ല കണ്ടല്ലോ. 3 4 5 6 7 പറ്റുന്നില്ല കണ്ടില്ലേ. 8 കഴിഞ്ഞാൽ 9 കഴിഞ്ഞാൽ 10 കണ്ടല്ലോ. 11 കണ്ട ഹരിക്കാൻ പറ്റുന്നില്ല. 12 ഹരിക്കാൻ പറ്റുന്നില്ല. 13 ഹരിക്കാൻ പറ്റുന്നില്ല. 14 ഹരിക്കാൻ പറ്റുന്നില്ല. 15 ഹരിക്കാൻ പറ്റുന്നില്ല. 16 17 18 19 കണ്ടല്ലോ. ഒരു നമ്പർ കൊണ്ട് ഇതിനെ ഹരിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു നമ്പറിനെ ഹരിക്കാൻ പറ്റുന്ന ഒരു നമ്പർ എന്ന് പറയുന്നത് 31 മാത്രമാണ്. കാരണം ഒരു പ്രൈം നമ്പറിനെ 31 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന നമ്പറാണ് ഇത്. ഈ നമ്പറിന് 31 കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. കണ്ട, ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ ഒരു വെറൈറ്റി നമ്പറാണ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഇങ്ങനെ എഴുതി വയ്ക്കാൻ നമുക്ക് അറിയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു നമ്പർ കണ്ട അതിനെ ഏത് നമ്പർ കൊണ്ട് ഹരിക്കാൻ ഇതുപോലെ 1 മുതൽ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എളുപ്പമല്ല. അപ്പൊ ആവശ്യമുള്ളവർ ഇതുപോലെയൊക്കെ എഴുതി വയ്ക്കുക, എന്തെങ്കിലും ആവശ്യം വരുന്നു വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ഇല്ലല്ലോ ഏറ്റവും നല്ലൊരു നമ്പറുകൾ. അതിനൊരു ഉദാഹരണം ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അവസാനമായിട്ട് വന്ന റിസൾട്ട് വേണമെങ്കിൽ എടുത്ത് കാണിച്ചു തരാം. അതായത് 619 ഒരു പ്രൈം നമ്പറാണ്. നമ്മൾ നോക്കുന്നത് 4 അക്ക നമ്പർ ആണെങ്കിലും ഫസ്റ്റ് വന്നിട്ടുള്ള ഈ 3 അക്ക നമ്പർ പ്രൈം നമ്പർ ആണോ എന്ന് നോക്കുക. 3 അക്ക നമ്പർ പ്രൈം നമ്പർ ആണോ എന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഇത് 3 അക്ക നമ്പർ ഇവിടെ 619 ഒരു പ്രൈം നമ്പറാണ്. ഇവിടെ 619 നമ്മൾ ഇതൊരു പ്രൈം നമ്പറിനെ വേറെ പ്രൈം നമ്പർ കൊണ്ട് നമ്മളിപ്പോ ചെയ്തതുപോലെ ഗുണിക്കാൻ പോവാണ്. 619 × 2 ഇവിടെ കിട്ടിയ നമ്പർ കണ്ടില്ലേ, 1238 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചത് ഇവിടെ 1238 ആണ്. ഈ 1238 ഇവിടെ ശ്രീശക്തി ആണെങ്കിൽ പിന്നത്തെ സുവർണ കേരളത്തിലാന്ന് തോന്നുന്നുണ്ട്. 1238 ഇതേ എടുക്കണം. ഇത് കണ്ടില്ലേ, 1238 ശ്രീശക്തി ആണെങ്കിൽ വേറൊരു ശ്രീശക്തിയിൽ 1238 അടിച്ചിട്ടുണ്ട്. 14/4 ഇവിടെ 31/3 ഈ 61/92 വന്നിട്ടുള്ളത്. വേറൊരു ശ്രീശക്തിയിൽ 1238 അടിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അടുത്തത് 619 × 3 അടിച്ചു നോക്കാം. അപ്പൊ അവിടെ 1857 ആണ്. നെക്സ്റ്റ് നമ്പർ 1857 ആണ്. 1857 പകരം എനിക്ക് തോന്നുന്നു 1850 തോന്നുന്നുണ്ട് അടിച്ചു പോയിട്ടുള്ളത്. 1850 ഞാൻ കാണിച്ചുതരാം. ഇവിടെ 1850 അടിച്ചിട്ടുള്ളത്, 1857 അല്ല. കാരണം ഇവിടുന്ന് 692 അടിച്ചിട്ടുള്ളത് ശ്രീശക്തി ആണല്ലോ. അവിടുന്ന് ഭാഗ്യധാര, അത് കഴിഞ്ഞിട്ട് ഇതിലാണ് 1850 അടിച്ചിട്ടുള്ളത്. ശരിക്കും 1857 ആണ് വരേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ 619 ഒരു പ്രൈം നമ്പർ ആണ്. നെക്സ്റ്റ് 3 കഴിഞ്ഞാൽ 5 ആണ് പ്രൈം നമ്പർ. ഇവിടെ 3095 ആണ് ഉണ്ടല്ലോ. 3095 ആണ് നെക്സ്റ്റ് നമ്പർ. ഇവിടെ 3095 അടിച്ചിട്ടുള്ളത്. ഇത് ശ്രീശക്തി 31 കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ 3095 അടിച്ചിട്ടുള്ളത്. 3095 10-ാം തീയതിയാണ്. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് 3095 അടിച്ചിട്ടുള്ളത് കണ്ടല്ലോ. അപ്പൊ ഈ 3095 അടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 5 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 7 ആണ്. പിന്നെ ഇവിടെ അടിച്ചിട്ടുള്ളത് 43-33 ആണ്. അപ്പൊ ഈ 43-33 അടിച്ചിട്ടില്ല. 43-38 റിസൾട്ട് എന്റെ കയ്യിലില്ല. 43-38
എത്ര ഉണ്ട്? 5000 അടിച്ച് പോയിട്ടുണ്ട്. ആ ഒരു ബ്ലോക്കും വന്നു പോയിട്ടുണ്ട്. ഇനി അടുത്തത് 7 കഴിഞ്ഞാൽ നെക്സ്റ്റ് 11 ഇവിടെ 6809 ഓക്കെ വന്നിട്ടുള്ളത്. ഇവിടെ 6809 ആ ബ്ലോക്കും വന്നിട്ടുള്ളത് 6809 അപ്പൊ ഇവിടെ നമുക്ക് അടിച്ചിട്ടുള്ള 6805 തോന്നുന്നുണ്ട്. നോക്കട്ടെ, ഇവിടെ കാണുന്നില്ലേ 6805 ബ്ലോക്കാണ് അടിച്ചിട്ടുള്ളത് 18/4 6805. അപ്പൊ 6809 നമുക്ക് കിട്ടിയ നമ്പർ. അപ്പൊ ഇവിടെ 0 വന്നിട്ടുള്ളത്. ഇവിടെ 0 അടിച്ചു, ഇവിടെ ഈ പറഞ്ഞ പോലെ 5 അടിച്ചു. ഇവിടെ 5 അടിച്ചിരിക്കുന്നു, ഇവിടെ 8 അടിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. ഈ രണ്ട് നമ്പറും കറക്റ്റായിട്ട് അടിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ബ്ലോക്കുകളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്പർ നോക്കാം. 611 കഴിഞ്ഞാൽ നെക്സ്റ്റ് 13 ലാസ്റ്റ് നമ്പർ 8047. ഈ 8047 മാത്രം വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഇതുവരെ. 8047 ബ്ലോക്ക് ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല. റിസൾട്ടിന്റെ കയ്യിലില്ല. 21 വരേക്കുള്ളൂ. 21 വരെ ആയിട്ടും 21 വരെ റിസൾട്ട് ഉള്ള, ഇത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടിന്റെ കയ്യിലില്ല. 8047 ബ്ലോക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ അടുത്ത പ്രൈം നമ്പർ എന്ന് പറയുന്നത് 13 കഴിഞ്ഞാൽ 17 കാരണം ഇവിടെ 17 ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് 5 അക്കത്തിലേക്ക് ഇറങ്ങും. അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇവിടെ 13 വരെയാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. ഇത്രയും നമ്പറുകൾ ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇനി വേറൊരു കാര്യം, ഇതൊക്കെ അടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് വീണ്ടും 60-90 ബ്ലോക്കുകൾ ഇങ്ങനെ വന്നു പോകണമെന്നൊരു സംശയമുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കാണിച്ചു തരാം. വെറുതെ അങ്ങോട്ട് പോയി എടുത്തിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോ 3095 വന്നു എന്ന് വിചാരിച്ചോ. 3095 വരുന്നതിന് 2 ദിവസം മുന്നേ വീണ്ടും 6095 അടിച്ചിട്ടുണ്ട്. കാണിച്ചുതരാം. 2 ദിവസം മുന്നേ 6195 വീണ്ടും 619 തന്നെ ഒരു അടി വന്നിട്ടുണ്ട്. 6195 അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് 3095 ഇവിടെ അടി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്രൈം നമ്പറിന്റെ ബ്ലോക്കുകൾ വീണ്ടും വീണ്ടും വരുമ്പോഴാണോ ഈ പറഞ്ഞ പോലെ ബ്ലോക്കുകൾ വരുന്നതെന്ന് അറിയില്ല. അത് നമ്മൾ നോട്ട് ചെയ്യാൻ വേണം. പക്ഷെ ഇങ്ങനെ ഒരു നമ്പറുകൾ നമുക്ക് ഇതിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. ഏത് ഒരു പ്രൈം നമ്പറിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ 6192 അടിച്ചപ്പോഴാണ് നമുക്ക് ഇത്രയും നമ്പർ കളക്ട് ചെയ്യാൻ പറ്റിയത്. 6192 അടിച്ചപ്പോഴാണ് നമുക്ക് ഇത്രയും നമ്പറുകൾ കളക്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ആദ്യത്തെ 3 നമ്പർ പ്രൈം നമ്പർ ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നോക്കിയാൽ നമുക്ക് കുറച്ച് നമ്പറുകൾ കളക്ട് ചെയ്യാൻ പറ്റും. ഈ നമ്പറുകളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ വീണ്ടും 60-90 ബ്ലോക്കുകൾ അടിച്ചു പോകുന്നുണ്ടോ നോക്കണം. അടിച്ചു വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ പറ്റും. അതെങ്ങനെയാ? 60-95 അടിച്ചപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. ഇതാണല്ലേ നമ്മൾ 5 കൊണ്ട് ഗുണിച്ചത്. കാരണം ഇത് 2 കൊണ്ടാണ്, ഇത് 3 കൊണ്ടാണ്, ഇത് 5 കൊണ്ട്. അപ്പൊ 5 കൊണ്ട് ഗുണിച്ച നമ്പർ 60-95 ലാസ്റ്റ് 5. അപ്പൊ 30-95 വന്നു. 60-92 ലാസ്റ്റ് 2 ആണല്ലോ. 2 കൊണ്ട് ഗുണിച്ച നമ്പർ 12-38 വന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. 60-93 അടിക്കുമ്പോൾ 1850 ബ്ലോക്ക് വരുന്നു. അതായത് 60-93 അടിക്കുകയാണെങ്കിൽ 1857 വരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അതായത് നമ്മളൊരു നമ്പർ വരുന്നതും കൂടി അറിയണമല്ലോ. ഇങ്ങനെയാണ് വരിക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഐഡിയയിൽ നോക്കുക നിങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഐഡിയ ഏകദേശം പിടിയിട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഐഡിയ നോക്കാം. അടുത്ത ഐഡിയ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. 315 കൂടെ നമുക്ക് 630 കൂട്ടിക്കഴിഞ്ഞാൽ 630 കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന നമ്പറുകൾ 945 മുതൽ എഴുതി വയ്ക്കുക. ഇപ്പൊ 945. ഈ 945 നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ടും ഹരിക്കാം. കണ്ട, 3 കൊണ്ട് ഹരിക്കാം, 5 കൊണ്ട് ഹരിക്കാം, 7 കൊണ്ട് ഹരിക്കാം, 9 കൊണ്ടും ഹരിക്കാം. ഇങ്ങനെ 3, 5, 7, 9 കൊണ്ടും പിന്നെ 1 കൊണ്ട് പിന്നെ നമുക്ക് എല്ലാ നമ്പറും ഹരിക്കാനും പറ്റും. അപ്പൊ ഒറ്റ നമ്പറായ 3, 5, 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പറുകൾ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. ഏത്? ഈ 945 വീണ്ടും ഒരു 630 കൂട്ടിയ അങ്ങനത്തെ നമ്പറുകൾ കിട്ടും. ലാസ്റ്റ് 5 വരുന്ന 4 നമ്പറുകൾ. അതിനെയൊക്കെ നമുക്ക് ഒറ്റ നമ്പർ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പറാണ്. ഒരു വെറൈറ്റി നമ്പറുകളാണ്. അത് നിങ്ങൾ അങ്ങനെ എഴുതി വയ്ക്കുക. നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇതിനൊന്നും നമ്മൾ ഇരട്ട നമ്പർ കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. കാരണം 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നില്ല, 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നില്ല, 6 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നില്ല, 8 കൊണ്ടും ഹരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ നമ്പറുകളൊന്നും ഇതുകൊണ്ട് ഹരിക്കാൻ പറ്റില്ല. ഇനി നമ്മൾ 2, 4, 6, 8 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പറുകൾ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ 360. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം നമുക്ക്. 360. ഈ 360നെയാണ് നമുക്ക് 2 കൊണ്ടും 4 കൊണ്ടും 6 കൊണ്ടും 8 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന നമ്പറുകൾ ഇവിടുന്ന് അങ്ങോട്ട് തുടക്കം. അതായത് ഇതിനെ ഒറ്റ നമ്പർ കൊണ്ട് ഹരിക്കാം. എല്ലാ നമ്പർ കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന നമ്പറുകളാണ് ഇങ്ങനത്തെ നമ്പറുകൾ. ഇതിൽ 360 കൂട്ടി പോവാം. ഇതിനെ നമുക്ക് നോക്കാം. ഹരിക്കണം. 2 കൊണ്ട് ഹരിക്കാം, 4 കൊണ്ട് ഹരിക്കാം, 8 കൊണ്ട് ഹരിക്കാം, 6 കൊണ്ടും ഹരിക്കാം. ഉണ്ടല്ലോ, 2, 4, 6, 8 കൊണ്ട് ഹരിക്കാം, 5 കൊണ്ട് ഹരിക്കാം. കണ്ടാ? അപ്പോൾ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ 2, 4, 6, 8, 5 എന്നുള്ള നമ്പറുകൾ കൊണ്ടൊക്കെ ഹരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് പറഞ്ഞുള്ള ഒറ്റ നമ്പറുകളിൽ ചിലപ്പോൾ 7 കൊണ്ട് മാത്രം ഹരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബാക്കി 3 കൊണ്ടും ഹരിക്കാൻ പറ്റുന്നുണ്ട്, 5 കൊണ്ട് എന്തായാലും ഹരിക്കാൻ പറ്റുന്നുണ്ട്, 9 കൊണ്ടും ഹരിക്കാൻ പറ്റുന്നുണ്ട്, 7 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള നമ്പറുകളൊന്നും ഒരിക്കലും 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഏറ്റവും
ഇങ്ങനെയുള്ള മൂന്നക്ക നമ്പറുകൾ 7 ലാസ്റ്റ് വരുന്നത് മിക്കപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഇത് 7 കൊണ്ട് ഹരിക്കാനേ പറ്റാത്ത നമ്പറുകളായിരിക്കും എന്ന് വിചാരിക്കുന്നത്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 360 കൂട്ടണം 360 അടിച്ചാൽ നെക്സ്റ്റ് നമ്പർ കിട്ടും. അതാണ് 720. ഇവിടുന്ന് അങ്ങോട്ട് തന്നെ വീണ്ടും 360 കൂട്ടുക. മറ്റേ നമ്പറിലേക്ക് 630 ആണെങ്കിൽ ഇതിൽ 360 കൂട്ടി കിട്ടുന്ന നമ്പറുകൾ, ലാസ്റ്റ് 0 വരുന്ന നമ്പറുകൾ. ഓക്കെ, ലാസ്റ്റ് 0 വരുന്ന നമ്പറുകൾ നോട്ട് ചെയ്ത് വയ്ക്കാം. ഇപ്പൊ 720 തന്നെ നമുക്ക് ഹരിക്കണം. 2 കൊണ്ട് ഹരിക്കാം, 4 കൊണ്ട് ഹരിക്കാം, 6 കൊണ്ട് ഹരിക്കാം, 8 കൊണ്ട് ഹരിക്കാം. ഓക്കെ ഉണ്ട്. പിന്നെ നമുക്കിവിടെ 3 കൊണ്ട് ഇതിനെ ഹരിക്കാം, 5 കൊണ്ടും ഹരിക്കാം, 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നില്ല ഉണ്ടല്ലോ, 9 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പർ, ഈ ലാസ്റ്റ് 0 വരുന്ന ഈ നമ്പറിലൊക്കെ നോട്ട് വെച്ചാൽ 7 കൊണ്ട് മാത്രം ഹരിക്കാൻ പറ്റില്ല. അതൊരു വെറൈറ്റി നമ്പർ തന്നെയാണ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ കൂടി കൂട്ടണം 360 അടിക്കുക. നെക്സ്റ്റ് 0 വരുന്ന നമ്പർ കിട്ടും. 1080 എന്ന് പറഞ്ഞ നമ്പർ കിട്ടും. ഈ 1080 നമുക്ക് ഹരിക്കണം. 2 കൊണ്ട് ഹരിക്കാം, 4 കൊണ്ട് ഹരിക്കാം, 6 കൊണ്ട് ഹരിക്കാം, 8 കൊണ്ടും ഹരിക്കാം. ഒറ്റ നമ്പറായ 3 കൊണ്ട് ഹരിക്കാം, 5 കൊണ്ട് ഹരിക്കാം, 9 കൊണ്ട് ഹരിക്കാം. പക്ഷെ 7 കൊണ്ട് മാത്രം ഹരിക്കാൻ പറ്റില്ല. ഇതാണ് ഇങ്ങനത്തെ നമ്പറുള്ള പ്രത്യേകത, ലാസ്റ്റ് 0 വരുന്ന നമ്പറുകൾ. അപ്പൊ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടെന്ന് വിചാരിക്കുന്നത്. പിന്നുള്ളത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അടുത്ത വീഡിയോ ചെയ്ത് തന്നെ ഒരുപാട് സമയമായി നമുക്ക്. അപ്പൊ ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ എഴുതി വയ്ക്കുക. ലാസ്റ്റ് 0 വരുന്ന നമ്പറും ലാസ്റ്റ് 5 വരുന്ന നമ്പറാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പോരാത്തതിന് ലാസ്റ്റ് ഏത് വേണമെങ്കിലും വരുന്ന നമ്പറുകളാണ് ഈ കാണുന്ന നമ്പർ. അതിൽ ഒറ്റ നമ്പറില്ല, ഇരട്ട നമ്പറില്ല, എല്ലാ നമ്പറുകളും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു 4 അക്ക നമ്പറുകളാണ്. കാരണം അതിൽ 1, 3, 5, 7 ഒറ്റ നമ്പർ ആയിട്ടുള്ള എല്ലാ നമ്പറും ലാസ്റ്റ് വരുന്നതാണ്. പക്ഷെ ഒരു വെറൈറ്റി നമ്പറുകളാണ് ഇങ്ങനത്തെ നമ്പറുകൾ. ഇതിനെയൊക്കെ നമുക്ക് ഓരോരോ നമ്പർ കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ നമ്പറുകളും നോട്ട് ചെയ്ത് വയ്ക്കാൻ ആവശ്യമുള്ളവർക്ക് ആവശ്യം വരുമെന്ന് വിചാരിക്കുന്നത് ആർക്കെങ്കിലൊക്കെ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.